പലർക്കുമുള്ള തെറ്റായ ഒരു ധാരണയാണ് നമുക്ക് വീട്ടിൽ നിന്ന് സ്ക്രീൻ ഗാർഡ് അപ്ലൈ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായ ഒരു കാര്യമാണെന്ന്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഒരു സ്ക്രീൻ ഗാർഡ് അപ്ലൈ ചെയ്യാമെന്ന് കാണിച്ചു തരാൻ പോവാണ്. ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അധികം പൊടിപടലങ്ങളില്ലാത്തൊരു സ്ഥലത്ത് നിന്ന് അപ്ലൈ ചെയ്യാൻ നോക്കുക. അതിൻ്റെ കൂടെ തന്നെ അത്യാവശ്യം നല്ലൊരു ലൈറ്റിംഗ്, ഒരു വൈറ്റ് ലൈറ്റ് ഉണ്ടെങ്കിൽ നല്ലതാണ്. അതായത് നമ്മുടെ റൂമിൻ്റെ ലൈറ്റ് ആയാലും മതി, കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത് സ്ക്രീൻ ഗാർഡ്. പൊതുവേ ഞാൻ ആമസോണിൽ നിന്ന് തന്നെയാണ് വാങ്ങിക്കാറ്, കാരണം ഫ്ലിപ്കാർട്ടിൻ്റെ പാക്കേജിങ് ഇത്തിരി മോശമായതുകൊണ്ട്. 99 രൂപയുടെ സ്ക്രീൻ ഗാർഡാണിത്. ഇതിൻ്റെ മുന്നത്തെ ഒരു പ്രാവശ്യവും ഞാൻ സെയിം കമ്പനിയുടെ 99ൻ്റെ സ്ക്രീൻ ഗാർഡ് തന്നെയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഫോൺ വാങ്ങിച്ച് കഴിഞ്ഞപ്പം ഈ ഫോൺ മാത്രമല്ല, ഇതിൻ്റെ മുമ്പുള്ള 1-2 ഫോൺസ് ആയാലും വാങ്ങിച്ചതിന് ശേഷം ഒരിക്കൽ പോലും ഷോപ്പിൽ കൊടുത്തിട്ട് സ്ക്രീൻ ഗാർഡ് അപ്ലൈ ചെയ്തിട്ടില്ല. ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്യല്. അപ്പം അതുകൊണ്ട് എനിക്ക് ഈസി ആയത് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കിത് എല്ലാവരും പറയുന്നത് പോലെ ഭയങ്കരമായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഇതിൽ കൂടെ 2 വെറ്റ് വൈപ്സ്, അതുപോലെ തന്നെ ഒരു ഡ്രൈ വൈപ്സ് ഒക്കെ വന്നിട്ടുണ്ട്. 11D സ്ക്രീൻ പ്രൊട്ടക്ഷനൊക്കെ പറയുന്നുണ്ട്. എല്ലാം നോർമൽ തന്നെ. 11D എന്നൊക്കെ പറഞ്ഞാലും ആ ഒരു 99 റുപ്പീസിൻ്റെ ആ ഒരു ക്വാളിറ്റി മാത്രമേ ഉണ്ടാവും. അപ്പോൾ ഞാനിത് ഇപ്പം മാറ്റാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ചെറുതായിട്ടൊരു ബബിൾ കയറിയിട്ടുണ്ട്. അത് നമ്മൾ എത്ര അമർത്തിയിട്ടും പോകുന്നില്ല. അപ്പോൾ ഞാനിത് റിമൂവ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്, വേണമെങ്കിൽ അത് പോകുമെന്ന് നോക്കുന്നുണ്ട്. പക്ഷേ അത് പോകുന്നില്ല, അവിടെ എന്തോ ഒരു ബബിൾ കയറിയിട്ട് തന്നെയാണ് ഉള്ളത്. ഓൾഡ് സ്ക്രീൻ ഗാർഡ് റിമൂവ് ചെയ്തതിന് ശേഷം വെറ്റ് വൈപ്സ് എടുത്തിട്ട് നന്നായിട്ട് വൈപ്പ് ചെയ്യാം. അപ്പോൾ പഴയ സ്ക്രീൻ ഗാർഡിൻ്റെ സൈഡിലൊക്കെ അവിടെ പൊടി ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തതുകൊണ്ട് ഞാൻ ലെൻസ് ക്ലീനർ വെച്ചിട്ട് ഒന്നുകൂടെ ക്ലീൻ ചെയ്യുന്നുണ്ട്. മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. ഈ ഒരു സ്റ്റെപ്പ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇതിൻ്റെ കൂടെ തന്നെ വന്നിട്ടുള്ള വൈപ്സ് യൂസ് ചെയ്താലും മതി. കുറച്ച് നന്നായിട്ട് ചെയ്യണമെന്നുള്ളൂ. പക്ഷേ ഇതാകുമ്പോൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ കഴിയും. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു ഇങ്ങനെ ഒന്ന് സ്വൈപ്പ് ചെയ്യുന്നത്, അതായത് നമ്മുടെ ഒട്ടിക്കാൻ പോകുന്ന സ്ക്രീൻ ഗാർഡ് തന്നെ വെച്ചിട്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുന്നത് ഞാൻ എല്ലാ തവണയും ചെയ്യുന്നതാണ്. കാരണം എങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും ചെറിയ പൊടി പാറിയിട്ടുണ്ടാവും. ആ പൊടി പോകാൻ ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എവിടെയാണോ കട്ടൗട്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു സൈഡിൽ ഫസ്റ്റ് അലൈൻ ചെയ്ത് വെക്കാം. അതിപ്പോൾ താഴെ ആയാലും കുഴപ്പമില്ല, മുകൾ ഭാഗത്തായാലും കുഴപ്പമില്ല. നന്നായിട്ട് അലൈൻ ചെയ്ത് വെച്ചിട്ട് ഒരു 2 വിരലുകൊണ്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കാം. ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എത്ര ടൈം എടുത്തിട്ട് വേണമെങ്കിൽ അലൈൻ ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് അതിൻ്റെ മേലെ ഇട്ടിട്ടുണ്ട്. പക്ഷേ കുറച്ചൊന്ന് നീങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, നീങ്ങിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, നമുക്കൊന്നും കൂടെ അങ്ങനെ തന്നെ പൊക്കിയെടുത്തിട്ട്, അതായത് നമ്മൾ ഫുൾ സെറ്റ് ആവുന്നതിന് മുമ്പ് ഒന്നുകൂടെ പൊക്കിയെടുത്തിട്ട് വീണ്ടും അലൈൻമെൻറ്റ് ശരിയാക്കിയിട്ട് ഇടാൻ പറ്റുന്നേ ഉള്ളൂ. കാരണം പൊടിയൊന്നും കയറില്ല, കാരണം നമ്മൾ കുറച്ച് ഭാഗമല്ലേ പൊക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ അങ്ങനെ താഴ്ന്ന് കുറച്ച് പൊക്കിയിട്ടുണ്ട്. അപ്പോൾ ആ പൊക്കിയ ഗ്യാപ്പിലൂടെ പൊടിയൊന്നും കയറാത്ത ആ ഒരു സമയത്ത് തന്നെ ആ അലൈൻമെൻറ്റ് ഒന്ന് ശരിയാക്കിയിട്ട് ഞാൻ വീണ്ടും അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നമുക്ക് പൊടി കയറരുത്, അത്രയേ ഉള്ളൂ. ബബിൾ കയറിയാലും കുഴപ്പമില്ല, നമുക്കത് കൈകൊണ്ട് പുഷ് ചെയ്തിട്ട് പുറത്തേക്കാക്കാം. പൊടി കയറിയാലാണ് നമുക്ക് ബുദ്ധിമുട്ടാവുന്നത്. അപ്പം പൊടി കയറാത്തത് ആ ഒരു സമയത്ത് തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, വീണ്ടും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു സൈഡ് വെച്ചിട്ട് നമ്മളിങ്ങനെ സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക. ബബിൾ കയറിയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, കുറച്ചൊരു അത്യാവശ്യം ഫോഴ്സ് എടുത്തിട്ട് നമ്മൾ ആ ഒരു വിരലുകൊണ്ട് പുഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ബബിൾ സൈഡിലോട്ട് പോയിക്കോളും. അത്യാവശ്യം ഇവിടെ എല്ലാ ബബിളും പോയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ക്ലീൻ ചെയ്യാം. ആ ഒരു ലെൻസിൻ്റെ ഒരു തമ്പ് ഇംപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ലെൻസ് ക്ലീനർ വെച്ചിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ക്ലീൻ ചെയ്യാം. എന്നിട്ട് ഫോൺ ഓൺ ചെയ്യാം. ഫോൺ എപ്പോഴും ഓഫ് ചെയ്ത് വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. കാരണം വല്ല നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ആ ഒരു ലൈറ്റ് വരുന്നുണ്ട്, നമുക്ക് മനസ്സിലാവില്ല വല്ല പൊടിയും കയറിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാനെപ്പോഴും ഓഫ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ വന്നിട്ടുണ്ട്, പൊടിയോ കാര്യങ്ങളോ ഒന്നും കയറിയിട്ടില്ല.